ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു ഹെൽപ്പ് വീഡിയോ ആണിത്. കോളേജിൻ്റെ വെബ്സൈറ്റായ www.uccollege.edu.in സൈറ്റിനകത്ത് മുകളിൽ അഡ്മിഷൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിഷൻ പേജ് ഓപ്പൺ ആവുന്നതും അഡ്മിഷൻ പേജിൻ്റെ ഏറ്റവും താഴെയായി അപ്ലൈ നൗ എന്ന ബട്ടൺ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ലഭിക്കുന്നത് ആപ്ലിക്കേഷൻ വിൻഡോ ആണ്. ഈ സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ 4 എന്ന ബട്ടണിനകത്ത് PG അഡ്മിഷൻ ക്ലിക്ക് ചെയ്യും. സ്റ്റുഡൻറ് കാറ്റഗറി ആയിട്ട് നമുക്ക് ജനറൽ കമ്മ്യൂണിറ്റി, ജനറൽ പല കാറ്റഗറീസ് ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ട CSI, ജാക്കബൈറ്റ്, ഓർത്തഡോക്സ്, മാർത്തോമ കുട്ടികൾക്കാണ്. അപ്പോൾ അവർ ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓപ്ഷനാണ്, ജനറൽ ആൻഡ് കമ്മ്യൂണിറ്റിയാണ്. ബാക്കി കുട്ടികൾ അവരുടെ ഏതാണ് കാറ്റഗറി ആ കറസ്പോണ്ടിങ് കാറ്റഗറി ചൂസ് ചെയ്യുക. SC-ക്കാർ SC ചൂസ് ചെയ്യുക, ഈഴവക്കാർ ഈഴവ ചൂസ് ചെയ്യുക, അങ്ങനെ കറസ്പോണ്ടിങ് കാറ്റഗറി ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുന്നു, സൈനപ്പ് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഇമെയിൽ പാസ്വേഡിൽ അയക്കുന്നു എന്ന അറിയിപ്പ് ലഭിക്കുകയും തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ വന്നിരിക്കുന്ന പാസ്വേഡ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ലോഗിൻ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക. യൂസർ നെയിമായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ്, ഇമെയിൽ വന്ന പാസ്വേഡ് ഉപയോഗിക്കുക. ശേഷം ആപ്ലിക്കേഷൻ 4 എന്ന ക്ലിക്ക് ചെയ്ത് PG അഡ്മിഷൻ നടത്തുക. ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അപ്ലൈ 4 എന്നുള്ളതാണ്. അപ്ലൈ 4 ഏത് കോട്ടയാണ്? ജനറൽ കാറ്റഗറിക്കാർക്കാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് ജനറൽ കാറ്റഗറി വന്നിട്ടുണ്ടാവും, ജനറൽ മെറിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആഡ് കോട്ട കൊടുത്ത് നമുക്ക് ആവശ്യം പോലെ കോട്ട ആഡ് ചെയ്യാവുന്നതാണ്. സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, SC ST കോട്ട തുടങ്ങിയവയ്ക്ക് എല്ലാം നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡിങ് ആവശ്യം വരും. അപ്പോൾ ആഡ് കോട്ട കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള കോട്ട ആഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി കോട്ടക്കാർക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നു, അഡ്മിഷൻ കോട്ട, കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കാം. അപ്ലൈ കോട്ട എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്ത കോട്ട എല്ലാം കൂടെ വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയും ജനറൽ കോട്ടയും വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആഡ് കോട്ട കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും വേറെ കോട്ടയും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്ലൈ കോട്ട എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ കോട്ടാസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു കുട്ടിക്ക് ജനറൽ കുട്ടിയാണെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ മികവ് തെളിയിച്ച കുട്ടിയാണെങ്കിൽ സ്പോർട്സ് കോട്ടയെ അപേക്ഷിക്കാം. കൾച്ചർ കോട്ട എന്നുള്ള ആർട്സ് കോട്ടയാണ്. നമുക്ക് ആവശ്യമായ കോട്ട കൊടുത്ത ശേഷം ഇത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡാറ്റ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കോട്ട എല്ലാം കൊടുത്തു കഴിയുമ്പോൾ യു ക്യാൻ സെലക്ട് പേഴ്സണൽ ഇൻഫർമേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഇനീഷ്യൽ, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുക്കാവുന്നതാണ്. പേഴ്സണൽ ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടൺ കൊടുത്ത് സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാം, ബാക്കി ഡാറ്റയും കൊടുക്കാം. പേഴ്സണൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ആ സെക്ഷൻ സബ്മിറ്റ് ആകുന്നു. ദെൻ സേവ് ചെയ്യാം. ഇത് പേരൻറ്റ് ഡീറ്റെയിൽസ് തൽക്കാലം ഓപ്ഷനിലാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വിൻഡോ ലഭിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ്സിൻ്റെയാണ്. 12ാം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇത് കമ്പൽസറി ഐറ്റംസ് ആണ്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാം സിസ്റ്റം ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റം ചൂസ് ചെയ്യുക. സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. മാർക്കെല്ലാം
കൊടുത്തതിന് ശേഷം മാക്സിമം മാർക്കും കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്യുന്നു, ഓരോ വിഷയങ്ങൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ബോണസ് മാർക്ക് എന്തിനോട് നമുക്ക് കൊടുക്കാം. NSS ഉണ്ടെങ്കിൽ നമുക്കത് NSS ടിക്ക് ചെയ്യാൻ സാധിക്കും. ടിക്ക് ചെയ്യുമ്പോൾ ഏത് വർഷമാണ് NSS പങ്കെടുത്തത് അതിൻ്റെ അവസാന വർഷം, ലാസ്റ്റ് വർഷം കൊടുത്താൽ മതി. ഡിഗ്രി സമയത്ത് 3 വർഷങ്ങളുണ്ടെങ്കിൽ 3 വർഷം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ NSSൻ്റെ ഡിഗ്രി, NCC ഡിഗ്രി എല്ലാം NCC സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഇയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം കൊടുക്കുക, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ എല്ലാം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. തുടർന്ന് പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പ്രോഗ്രാം നമുക്ക് 4 ചോയ്സിൽ കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. പ്രോഗ്രാംസ് കൊടുക്കുക, ഏത് പ്രോഗ്രാം വേണമെന്ന് കൊടുക്കുക. പ്രോഗ്രാംസ് ചൂസ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സേവ് ചെയ്യാം, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇത് റിവ്യൂ സർട്ടിഫിക്കറ്റിലെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്. മാർക്ക് ലിസ്റ്റിനോട് ഫയൽ ചൂസ് ചെയ്യുന്നു. ഫയൽ ചൂസിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡായി. വെരിഫിക്കേഷൻ പെൻഡിങ് എന്നുള്ളത് കോളേജ് സൈഡിനകത്ത് പിന്നെ വെരിഫിക്കേഷൻ നടത്തുന്നതാണ്. പെൻഡിങ് കാണിക്കുക, ഒരു ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഡോക്യുമെൻ്റ് സേവ് ചെയ്യുക, ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റിംഗ് ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഡിസ്മിസ് ചെയ്ത് ബാക്ക് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റിംഗ് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് നമുക്ക് പേ ചെയ്യാം. ഫീസ് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. പേ എമൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പോകുന്നു. ഗേറ്റ്വേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്നു. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ടാബിൽ പോയിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ എടുക്കാം. പ്രിൻ്റ് ഔട്ടിനകത്ത് കുറേയധികം ഫീൽഡുകൾ ബ്ലാങ്ക് ആയിരിക്കും, കാരണം ആപ്ലിക്കേഷനകത്ത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ആപ്ലിക്കേഷന് ആവശ്യമായ ഡാറ്റ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഡാറ്റ എല്ലാം അവിടെ ഉണ്ടാവും, ബാക്കി ഡാറ്റ എല്ലാം പിന്നീട് നമുക്ക് ആവശ്യം വരുന്നതാണ്. ആപ്ലിക്കേഷന് പ്രിൻ്റ് ഔട്ട് അയക്കേണ്ട ആവശ്യമില്ല. നോട്ടിഫിക്കേഷനുള്ള ഷെഡ്യൂൾ പ്രകാരം റാങ്ക് ലിസ്റ്റുകൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റുകൾ വരുന്നത് UC കോളേജ് വെബ്സൈറ്റിനകത്താണ്. വെബ്സൈറ്റ് ഡേറ്റുകളിൽ നോക്കണം. അതുപോലെ കൃത്യമായിട്ട് ഇമെയിലുകളും സമയത്ത് ചെക്ക് ചെയ്തതാണ്.